മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു കണ്ണിമാങ്ങയുടെ അനുഭവം വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. മാവ് പൂക്കാതെ നിൽക്കുന്ന കാലം, ഒരു പ്രത്യേക കാലം വരുമ്പോൾ ആ മാവില് ഇലയേക്കാൾ കൂടുതൽ പൂക്കള്. മാമ്പൂവിനെ കുറിച്ച് ധാരാളം കവികൾ പാടിയിട്ടുണ്ട്. കാണുമ്പോഴും സന്തോഷജനകമായിട്ടുള്ള അവസ്ഥ. ചെറിയ ചെറിയ പ്രാണികള്, ഈച്ചകള് ആ പൂവിൽ വട്ടമിട്ട് പറക്കുന്നു. അതിൽ നിന്ന് തേനെടുത്ത് അതിൽ പോളിനേഷൻ, പരാഗണം നടത്തി ആ ഈച്ചകൾ പോകുന്നു. കുറെ കഴിയുമ്പോൾ മാവിൻ്റെ പൂവിന് ഭംഗി വരുത്തിയ ആ പൂവിൻ്റെ ഇതളുകളെല്ലാം പൊടിയായിട്ട് താഴെ വീഴുന്നു. അവശേഷിക്കുന്ന ചെറിയ കടുകിൻ്റെ അത്രയും അല്ലെങ്കിൽ ഉഴുന്നിൻ്റെ അത്രയുമുള്ള കണ്ണിമാങ്ങ, ആ കണ്ണിമാങ്ങ കുറേശ്ശെ വലുതാവുന്നു. അതിനിടയ്ക്ക് കുറേ കണ്ണിമാങ്ങകൾ താഴെ വീഴുന്നു. കണ്ണിമാങ്ങ എന്നാണ് നിങ്ങളും പറയുന്നതെന്ന് വിചാരിക്കുന്നു. കണ്ണിമാങ്ങയോ ഉണ്ണിമാങ്ങയോ ഏതായാലും കുറേ ചെറിയ മാങ്ങയുടെ താഴെ വീഴുന്നു. അതെടുത്ത് കടിച്ച് തിന്നാൽ കച്ചട്ട് ഭയങ്കര കയ്പാണ്. ആ ചെറിയ ചെറിയ മാങ്ങകൾ താഴെ വീഴുമ്പോൾ ആ മാവിന് എന്തെങ്കിലും വികാരമുണ്ടോ, ദുഃഖമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ചോദിച്ചാൽ അതിനുത്തരം കിട്ടുകയോ ഇല്ല. തന്നെത്താനെ ചിന്തിക്കാൻ, മരത്തിൻ്റെ വികാരം വിശകലനം ചെയ്യാൻ സാധിക്കില്ല. എല്ലാ ജന്തുക്കൾക്കും ജീവികൾക്കും വിചാരങ്ങളുണ്ട് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് കൊല്ലാൻ കൊണ്ടുപോകുന്ന മൃഗത്തിൻ്റെ വേദനയും ഭയവും നമുക്കറിയാം. അതിൻ്റെ യജമാനൻ അടുത്ത് വരുമ്പോഴുള്ള സന്തോഷം നമുക്കറിയാം. ഭക്ഷണം കഴിക്കാൻ കിട്ടുമ്പോൾ ചങ്ങലക്കിട്ട പട്ടിയുടെ അത്യാർത്തി നമുക്ക് കാണാം. കഴുത്തിൽ നിന്ന് ചങ്ങല, കഴുത്തിൽ നിന്ന് കയറ് മാറ്റുമ്പോൾ പട്ടിയുടെയും പശുവിൻ്റെയും സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ആ താല്പര്യം നമുക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും അറിയാൻ സാധിക്കും. പക്ഷേ മാവിൽ നിന്ന് ഉണ്ണിമാങ്ങകൾ താഴെ വീഴുമ്പോൾ മാവിന് ദുഃഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചാലും അനുഭവിച്ചാലും അറിയാൻ സാധിക്കില്ലല്ലോ. അങ്ങനെയുള്ള ഉണ്ണിമാങ്ങളിൽ കുറേ പോയി, കുറച്ച് ബാക്കിയുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ അതിലെ ചിലത് താഴെ വീഴും. അടുത്ത ആഴ്ച വീഴുന്ന മാങ്ങകളുടെ എണ്ണം കുറയുമെങ്കിലും പിന്നെയും വീഴും. പിന്നത്തെ ആഴ്ച മഴ കൊണ്ടോ അല്ലെങ്കിൽ ഓവർ ചൂട് കൊണ്ടോ കാറ്റിൻ്റെ ശക്തി കൊണ്ടോ ആ മാവിൻ്റെ ഇലയുടെ മുകളിലേക്ക് വേറെ ഏതെങ്കിലും സാധനങ്ങൾ വീഴുന്നത് കൊണ്ടോ താൻ ഉറപ്പിച്ച് നിലനിൽക്കുമെന്ന് ധരിച്ച ചില മാങ്ങ, ചെറിയ മാങ്ങകൾ അതും വീഴും. ഇനി ഇതിനിടയ്ക്ക് ആ വീടിൻ്റെ ഉടമസ്ഥനോ പുറത്തുള്ളവരോ ആ ചെറിയ മാങ്ങയെ ഉപ്പിലിട്ടത് പിക്കിൾസാക്കി മാറ്റാനായിട്ട് കോൺട്രാക്റ്റ് കൊടുത്തു എന്ന് വരും. അല്ലെങ്കിൽ പറിച്ചെടുത്ത് മുളകും ഉപ്പും ചേർത്ത് ഭരണിയിലിട്ടു എന്ന് വരും. അവസാനം ആ മാവില് ഓരോ ആഴ്ചയും കഴിയുമ്പോൾ ഒരു 8-10 ആഴ്ച കഴിയുമ്പോൾ കുറേ വലിയ മാങ്ങ ഉണ്ടാവും. അത് പച്ചമാങ്ങയായിട്ടെടുത്ത് ചിലപ്പോൾ കറി വയ്ക്കാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ വിൽക്കും. അവസാനം നല്ലോണം മൂക്കുമ്പോൾ കുറേ വാവലുകളും മറ്റ് പക്ഷികളും അതിനകത്തുള്ള കാമ്പെടുത്ത് കൊത്തിയ മാങ്ങ താഴത്തേക്ക് ഇട്ടുവെന്ന് വരും. അതല്ലെങ്കിൽ ആ മാവിൻ്റെ ഉടമസ്ഥനോ റോട്ടിൽ കൂടെ പോകുന്നവരോ കല്ലെറിഞ്ഞ് കുറേ മാങ്ങ താഴത്തേക്ക് ഇട്ടുവെന്ന് വരും. അത് പച്ചയോടുകൂടി തിന്നുന്നവരുണ്ട്, പഴുക്കാൻ വരെ കാത്തു നിൽക്കുന്നവരുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവസാനമാവുമ്പോൾ പഴുത്ത മാങ്ങ വളരെ കുറച്ച്, അല്ലെങ്കിൽ മൂത്ത മാങ്ങ വളരെ കുറച്ച് അത് താഴെ വീഴുകയോ താഴെ വീഴ്ത്തുകയോ ചെയ്തിട്ട് പഴുക്കാൻ വയ്ക്കും. അപ്പോഴും മാവിന് സന്തോഷമാണോ ദുഃഖമാണോ എന്ന് അറിഞ്ഞുകൂടാ. കുറേ
2.5-3 മാസം കഴിയുമ്പോൾ മാവിലുണ്ടായിരുന്ന എല്ലാ മാങ്ങയും തീർന്നു. ആരും അതിനെ തലോടാനോ അതിൻ്റെ അടുത്തേക്ക് വരാനോ ഉണ്ടാവില്ല. ആ മൂത്ത് പഴുത്ത മാങ്ങയുടെ മാങ്ങാണ്ടി, ആ മാങ്ങയുടെ മകൻ അല്ലെങ്കിൽ മകള്, അത് എവിടെയോ കിടക്കും. ചിലപ്പോ കറിയുടെ കൂട്ടത്തില് പാത്രത്തില് വേവും. അത് കഴിഞ്ഞ് കറിയുടെ ഭാഗമായി തീരും, അല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് വലിച്ചെറിയും. അവസാനം ആ മാവിൽ നിന്നുണ്ടായ ആയിരക്കണക്കിന് ഉണ്ണിമാങ്ങകൾ 100 കണക്കിന് ചെറിയ മാങ്ങകളായി മാറി, ഡസൻ കണക്കിന് വലിയ മാങ്ങയായി മാറി. അതിലേതെങ്കിലും ഒരെണ്ണം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആരെങ്കിലും നട്ടാല് ചിലപ്പോൾ അത് മരമായി എന്ന് വരും. ഇനി മരമായാൽ തന്നെ ആരും മൈൻഡ് ചെയ്യാനില്ലാതെ ഇടയ്ക്ക് അതിൻ്റെ കാലവും കഴിയും. ഇതെല്ലാം നിരന്തരം നടക്കുമ്പോഴും ഒന്നിനോടും ബന്ധനമില്ലാതെ നിർവികാരമായിട്ട് ആ മാവ് ഇത് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഏതായാലും നിത്യവും പ്രകൃതിയിൽ സംഭവിക്കുന്ന ഈ ഒരു നാടകം മാവിന് മാത്രമല്ല, എല്ലാ ചെടികളിലുമുണ്ട്. അവയ്ക്ക് വേദനയുണ്ടോ, ദുഃഖമുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, ഭയമുണ്ടോ, വികാര വിചാരങ്ങളുണ്ടോ എന്നൊന്നും ചിന്തിക്കാൻ നമുക്കും സമയമില്ല, മനസ്സില്ല, താല്പര്യമില്ല. അങ്ങനെ പോകുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 5-10 മിനിറ്റ് ആ മാവിൻ്റെ, മാങ്ങയുടെ, തേങ്ങയുടെ, പ്ലാവിൻ്റെ ഈ അനുഭവത്തിൻ്റെ വീക്ഷണം അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ വിവരണം ഒന്ന് ഒരു 5-10 മിനിറ്റ് കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ആ പഠിച്ചതുകൊണ്ട് 1 മണിക്കൂറെങ്കിലും നന്മകൾ നമ്മളുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കുമെങ്കിൽ ആ മാവും മാങ്ങയും മാമ്പൂവും ഉണ്ണിമാങ്ങയും കണ്ണിമാങ്ങയും എല്ലാം നമുക്ക് തരുന്ന വലിയ ഒരു പ്രകൃതിയുടെ സന്ദേശം, പാഠം പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.